എല്ലാവർക്കും സിലൂസ് റെസിപ്പിയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു മീൻകറിയാണ്. അതിനെ ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ചട്ടി ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി കഴിയുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരണം. സവാള ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിരിക്കുന്നതാണിത്. ഇത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലാം നന്നായിട്ട് വഴറ്റി എടുക്കണം. ഒരുപാടങ്ങ് വഴറ്റണ്ട. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് കുറച്ച് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി. നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറുന്ന വരെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. പൊടികളൊക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പുളി അതിനകത്ത് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി തീ കൂട്ടി കൊടുക്കാം. നന്നായിട്ട് ഇതൊന്ന് തിളയ്ക്കണം. ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് അടച്ചു വെക്കാം. അടച്ചു വെച്ച് നന്നായിട്ട് ഇത് ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നു കഴിയുമ്പോൾ നമുക്ക് ഇതിലേക്ക് മീനിട്ട് കൊടുക്കാം. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന മീനിട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കിലോ മീനാണ് എടുത്തിരിക്കുന്നത്. മീൻ ഇനി നമുക്ക് വേകാനായിട്ട് അടച്ചു വെച്ച് വേവിക്കാം. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. മീൻ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഒരു പകുതി ഭാഗം വേവായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട്
കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കാം. 1 പാലാണ്, കുറച്ച് തേങ്ങാപ്പാൽ മതി. ഒഴിച്ച് വീണ്ടും ചെറുതായിട്ടൊന്ന് ഇളക്കി നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. നമുക്ക് തുറന്ന് നോക്കാം. മീൻ നന്നായി വെന്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉലുവാപ്പൊടി ഇട്ട് കൊടുക്കാം. രണ്ട് മിനിറ്റ് കൂടി തിളയ്ക്കണം. മീൻ വെന്തിട്ടുണ്ട്. നമുക്കിനി തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഒരു സ്പൂൺ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ശേഷം കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ സ്പെഷ്യൽ മീൻകറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. എൻ്റെ ചാനൽ പിന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായി കാണുന്നിടം വരെ എല്ലാവർക്കും ബൈ.